ഒരു കൊച്ചു അരിമണിയിലൊതുങ്ങുന്ന വലിയ കഴിവിൻ്റെ വിശേഷമാണ് സമീറിൻ്റെ ജീവിതം. ഓരോ അരിമണിയിലും അത് ഉപയോഗിക്കുന്നവൻ്റെ പേര് എഴുതിയിരിക്കുന്നു എന്ന് പറയും പോലെ അരിമണികളിൽ അതിമനോഹരമായി പേരുകൾ എഴുതുകയാണ് സമീർ. പ്രത്യേക തരത്തിലുള്ള പേന ഉപയോഗിച്ചാണ് അരിമണിയിൽ പേരെഴുതുക. അതിസൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഈ കാര്യത്തിന് സമീർ ഭൂതക്കണ്ണാടി പോലും ഉപയോഗിക്കുന്നില്ല. അതിമനോഹരമായ കയ്യക്ഷരത്തിൽ ചിത്രങ്ങളുടെ അകമ്പടിയോടെയാണ് പേരെഴുത്ത്. പിന്നെ മഷി പടരാതിരിക്കാൻ ഒരു മാത്ര തീയിൽ കാണിച്ച് ചൂടാക്കും. ഇത് ഞാൻ ആദ്യം ഫൈബർ മോതിരത്തിൽ പേരെഴുതാനുണ്ടായിരുന്നു. അങ്ങനെ ഇത് ചിറ്റൂർ എന്നൊരു സ്ഥലമുണ്ട്, ആന്ധ്ര. അവിടെ പോയി സംഭവം കണ്ടു ഒരാൾ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി ഇതേപോലെ ചെയ്താൽ നടക്കുമെന്ന് കരുതി. അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കി. ഫസ്റ്റൊക്കെ നടന്നില്ല. അവിടെ വെച്ച് വീണ്ടും എടുത്തിങ്ങനെ ട്രയൽ ചെയ്ത് ക്ലിയറായി വന്നതാണ്. പ്രത്യേകം തയ്യാറാക്കിയ എണ്ണ നിറച്ച ചെറിയ ലോക്കറ്റുകളിലും കീച്ചെയിനുകളിലും ഈ അരിമണികൾ സൂക്ഷിക്കുന്നു. എത്ര കാലം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇവ ഇതിനകത്തിരിക്കും. ഒരു അരിമണിയിൽ 4 പേരുകൾ വരെ എഴുതാൻ സമീറിന് കഴിയും. വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിലൂടെയാണ് സമീർ ഈ കഴിവ് സ്വായത്തമാക്കിയത്. ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ എടുത്തു ഇത് ചെയ്ത് നോക്കി, നടക്കൂലെന്ന് തോന്നിയിട്ട് അവിടെ തിരിച്ചു വെച്ചു. പിന്നെ ഫ്രീ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ചെയ്തു നോക്കി. അങ്ങനെ 3, 4, 5 ലെറ്ററെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ കരുതി ഒന്നുകൂടി ശ്രമിച്ചാൽ നടക്കുമെന്ന് കരുതി വീണ്ടും ഇങ്ങനെ എടുത്തെടുത്ത് എഴുതി. അങ്ങനെ അധികം വലിയ പേരൊന്നും എഴുതാൻ പറ്റില്ല. ആദ്യം ചെറിയ പേരിലെഴുതും. ഇപ്പോൾ ഒരു 16 ലെറ്റർ വരെ എഴുതും ഒരു സൈഡ്. ഇത് ഒരരിമണിയിൽ വേണമെങ്കിൽ 4 പേര് വരെ നിങ്ങൾ എഴുതി തരും. ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്നാണ് സമീർ അരിമണിയിൽ പേരെഴുതുന്ന വിദ്യ ആദ്യം കാണുന്നത്. പലതവണ പരീക്ഷിച്ചു നോക്കിയെങ്കിലും വിജയം കണ്ടില്ല. പക്ഷേ ഒടുവിൽ സമീറിന്റെ കഠിന പരിശ്രമം ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. നാട്ടിൽ എക്സിബിഷനൊക്കെ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല, നല്ല കച്ചവടം തന്നെയാണ്. എവിടെ ഇട്ട് കഴിഞ്ഞാലും ആൾ കൂടും. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ 7 വർഷമായി സമീർ ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നു. പ്രവാസി മലയാളികൾക്ക് ചെറിയ അരിമണിയിലെ വലിയ ഓർമ്മകൾ സമ്മാനിക്കാൻ. കൊച്ചിയിൽ മാത്രമല്ല, ഷാർജയിലും ഇത് ബിനാലെ കാലമാണ്. കാണാം ഇടവേളയ്ക്ക് ശേഷം. ഷാർജയിൽ ഇപ്പോൾ കലയുടെ വസന്തകാലമാണ്. ലളിതവും വ്യത്യസ്തവുമായ സൃഷ്ടികളാണ് ഷാർജ ബിനാലയുടെ മുഖ്യ ആകർഷണം. ഷാർജ ബിനാലയിലെ കലാകാഴ്ചകളാണ് ഇനി. +-1791 ഹേഷ്യൻ വിപ്ലവം. ആഫ്രിക്കൻ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീകമാണ് ഈ ഇൻസ്റ്റലേഷൻ. അടിമത്തത്തിനെതിരെ ആഫ്രിക്കൻ സമൂഹം ഒന്നായി അണിനിരന്ന ഹേഷ്യൻ വിപ്ലവത്തിന്റെ ഓർമ്മകളുണർത്തും ഈ കാഴ്ച. Here you see elements or constellations that kind of look like altars or take the form of altars, and they are commemorative constellations towards the event of the Haitian Revolution and all that it has been to inspire the African diaspora and also other diasporas as well. മനുഷ്യാവകാശത്തെയും ആഗോള പൗരത്വത്തെയും ഭരണ പങ്കാളിത്തത്തെയും എല്ലാം ഓർമ്മിപ്പിക്കുന്നു ചിതറിക്കിടക്കുന്ന ഈ വിപ്ലവ കാഴ്ചകൾ. പലസ്തീൻ ആഫ്റ്റർ പലസ്തീൻ എന്ന പേരിലുള്ള മ്യൂസിയത്തിലൂടെ ഒരു രാജ്യത്തിന്റെ ദയനീയാവസ്ഥയിലേക്ക് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ദുരന്തത്തിന്റെയും പലായനത്തിന്റെയും തിരുശേഷിപ്പുകൾ, തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ,